ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇത് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ്, കറണ്ട് തോട്ട് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാർഡ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ലേഡി പോഷ്യ എന്നുള്ള ഒരു ഡിവൈൻ ഓർഡറിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. രണ്ടാമത്തെ സെയിൻറ്റ് ജെർമൻ എന്ന് കാണിക്കുന്ന ഒരു കർമ്മ റിലീസിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. ഇതിൽ നിന്നും ഏത് കാർഡാണോ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് ഒന്ന് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ദ ലേഡി പോഷ്യ, ദ ഡിവൈൻ ഓർഡർ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാർഡായ ലേഡി പോഷ്യ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം. പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. ഓക്കെ, ദ ഫോർ ഓഫ് സോർഡ്, അവരെന്താണ് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത് ദ 5 ഓഫ് വൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ ആ ഒരു പേഴ്സൻ്റെ ഒരു തോട്ട് എന്നുള്ള രീതിയിൽ വിചാരിക്കുകയാണെങ്കിൽ ഒരു മൊമെൻറ്റിൽ ആ ഒരു വ്യക്തി ഇപ്പോഴും സ്റ്റക്കാണ്. പക്ഷേ മുന്നോട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നിന്നാൽ എനിക്ക് ഒരു മുന്നോട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയിലായിട്ടാണ് കണക്കാക്കുന്നത്. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എന്നെ ഞാൻ മനസ്സിലാക്കിയ പോലെ വേറെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് സ്വയം അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിലാണ്. ആര് വന്നാലും ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്ന് പറയുന്നത് 2 ഡബിൾ മൈൻഡായിട്ട് നിൽക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതായത് ഒരു വാശിയുണ്ട് സിറ്റുവേഷനിൽ, കാരണം നിങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവണം. ഫിനാൻഷ്യലി ആണെങ്കിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. പക്ഷേ ആക്ച്വലി ആ ഒരു പേഴ്സണ് ഒരു രീതിയിൽ ഒരു സമാധാനമില്ലാത്ത രീതിയിലാണ്. കാരണം ആ ഒരു വ്യക്തിയായിട്ട് ചെയ്ത ഒരു സിറ്റുവേഷൻ്റെ രീതിയിൽ ഒരു പശ്ചാത്തപിക്കുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പുതിയൊരു തുടക്കം വേണം എല്ലാത്തൊന്നും. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ സ്റ്റക്കാണ്. നിങ്ങളുടെ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തവരുടെ പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനിൽ, അതിപ്പോൾ നിങ്ങളോട് ചെയ്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ സ്റ്റക്കഡാണ്. നിങ്ങളോട് ചെയ്തു പോയത് തെറ്റാണെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയാം. പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ അതൊരിക്കലും കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കട്ടെ, ഒരു മനസ്സിൻ്റെ ഒരു കോണിൽ അങ്ങനെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇങ്ങനൊരു തോട്ടിൽ ആ ഒരു വ്യക്തി എത്തണമെങ്കിൽ മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ എന്നൊക്കെ പറയുന്നത് പാസ്റ്റിൽ നല്ല രീതിയിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യിപ്പിച്ച് ആ ഒരു റിഗ്രറ്റിൽ നിൽക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അന്ന് എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുത്തു, പക്ഷേ ഇന്ന് അതിൻ്റെ പേരിൽ പശ്ചാത്തപിക്കുന്ന രീതിയിലായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഞാൻ എപ്പോഴും പറയുന്ന, മുന്നേ ഒരു റീഡിങ്ങിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് കർമ്മ ഈസ് എ ബൂമറാങ് എന്നുള്ളത്. അതായത് എവിടെ ഞാൻ വായിച്ചു കേട്ടിട്ടുള്ള ഒരു കോട്ടാണ്, ചതിച്ചവരാണെങ്കിൽ ആദ്യം ചിരിക്കും പിന്നീട് കരയും, ചതിക്കപ്പെട്ടവരാണെങ്കിൽ ആദ്യം കരയും പിന്നീട് ചിരിക്കും എന്നുള്ള രീതിയിൽ. അതുതന്നെയാണ് ഇപ്പോൾ ആ ഒരു പാറ്റേണിലാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഓക്കെയാണ്, നിങ്ങളില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി ഇപ്പോഴും സ്റ്റക്കഡാണ്. വീണ്ടും ഒരു പുതിയൊരു തുടക്കം വേണം എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തിന് ഈ ഒരു കാർഡ് സെക്ഷൻ ചൂസ് ചെയ്തവരെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്താണ് ആക്ച്വലി എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ വരണമെങ്കിൽ ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാനിങ് ആണ്. അതിപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ അല്ലെങ്കിൽ വീണ്ടും പണ്ടത്തെ രീതിയിൽ വരണം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ ആ ഒരു വ്യക്തി നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് വന്നാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും അറിയില്ല ഞാനാണോ തെറ്റ് ചെയ്തത്. ആ ഒരു വ്യക്തിക്ക് അറിയാം ആക്ച്വലി ആ ഒരു വ്യക്തിയുടെ ഭാഗത്താണ് നിങ്ങളെ ഹേർട്ട് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും
എന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള മോഡിൽ നിന്നൊന്നും മാറിപ്പോകണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോകുന്നൊന്നും ആ ഒരു വ്യക്തിയും വിചാരിച്ചിട്ടില്ല. കാരണം അങ്ങനെ വിചാരിക്കണമെങ്കിൽ അത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ചാൻസ് കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഉപേക്ഷിച്ച് ഏതൊരു സിറ്റുവേഷനിലാണോ പോയത് അതിന് നല്ല രീതിയിലൊരു റിഗ്രറ്റ്, അത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അന്നൊരു ഒരു എടുത്തു ചാടിയൊരു തീരുമാനം എടുത്ത് ഇന്നതൊരു പൊട്ടത്തരമായി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഒരു കാർഡും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും എൻ്റെ ഒപ്പം ആവുന്നതല്ല പലരെയും സംബന്ധിച്ച്. കാരണം എന്തുണ്ടെങ്കിലും പലരെയും ഒരു ഫ്രണ്ട്ഷിപ്പ് മോഡിലാണെങ്കിൽ പോലും വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കുറേ കൂടുതലാണ്. കുറേ പേരെ സംബന്ധിച്ച് വന്നിട്ടുണ്ടാവും. കാരണം ആ ഒരു രീതിയിലാണ് അലൈൻമെൻ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വീണ്ടും ഒരു പുതിയൊരു കംബാക്ക് ചെയ്യണം, നിങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുന്നത്. കാരണം അത്രയും ഡിപ്പെൻഡൻറ്റ് കാണിച്ച ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് എല്ലാം ഷെയർ ചെയ്ത് അന്നൊന്നും ആ ഒരു വ്യക്തി നല്ല രീതിയിലൊന്നും കെയർ ചെയ്തിട്ടുണ്ടാവില്ല. ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണോ ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത് ആ ഒരു സിറ്റുവേഷനൊക്കെ മാറ്റി നിങ്ങളുടെ അടുക്ക വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേരുടെ എനർജി ഒരു രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ ഒരു പ്ലേ ബോയ് പ്ലേ ഗേൾ എനർജിയിലൊക്കെ ഈ ഒരു വ്യക്തിയുടെ ഒരു ഇത് പോകുന്നുണ്ട്. അതായത് മൊമെൻറ്റ് മിക്സ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഡയമെൻഷനിൽ വന്നാലോ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് രണ്ട് രീതിയിൽ ഇത് വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് റെസനേറ്റ് ചെയ്യുന്നത് അതേപോലെ എടുക്കുക. ഓക്കെ, കാരണം വീണ്ടും ഒരു ലൈഫിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ എന്ത് തന്നെയാണെങ്കിലും ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിനെസ്സോട് കൂടി നിങ്ങളെ കാണിക്കാനുള്ള ഒരു ഹാപ്പിനെസ്, ഞാൻ ഹാപ്പിനെസ് ആണ്, ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ചൂസ് ചെയ്താണ് സത്യം അല്ലെങ്കിൽ ശരി എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൻ്റെ പോക്ക്. വെരി ഗുഡ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു തെറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്തു പോയ തെറ്റ് കുറച്ച് കൂടി പോയി എന്ന് ആ ഒരു വ്യക്തിക്ക് അന്ന് വലിയ ബോധം ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇന്ന് നല്ല രീതിയിൽ അറിയുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. സോ ഗൈസ്, നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഡിവൈൻ ഓർഡർ എന്താണ്, ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ദ ട്രീ വിസ്ഡം. പ്രൊട്ടക്റ്റ് യുവർ ഡ്രീംസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ട് കാർഡും കൂടി ആവശ്യമുണ്ട്. ദ വാച്ചിങ് ക്ലൗഡ്സ്, ലൈറ്റ് ബാക്ക്, റെസ്റ്റ് ആൻഡ് റിലാക്സ് എന്ന് കാണിക്കുന്നൊരു കാർഡാണ്. ക്രോസിങ് ബ്രിഡ്ജസ് എന്നുള്ളൊരു കാർഡ്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയത് ബ്ലെസ്സിങ്സ് ആർ ഷവറിങ് യുവർ ലൈഫ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷന് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങളുടെ ലൈഫിൽ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള തിരിച്ചറിവ് നല്ല രീതിയിൽ പലർക്കും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല, ഓക്കെ അല്ല ഞാൻ, പക്ഷെ എനിക്ക് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരോടാണ് പറയുന്നത്, നല്ല രീതിയിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളിപ്പം ഫേസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാത്ത് യൂണിവേഴ്സൽ ഏഞ്ചൽസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. കാരണം കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സ് വീണ്ടും അല്ലെങ്കിൽ കുത്തിപ്പൊക്കി ആ ഒരു പേഴ്സൺ എന്തായാലും ഒരു ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ബട്ട് സ്റ്റിൽ അവിടെ ഒരു ഹോപ്പ് ഉണ്ട്. രണ്ട് മൈൻഡായിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല എന്നുള്ള രീതിയിൽ പലരും മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്താണ് പറയല്ലേ, വേണോ വേണ്ടയോ, അല്ലെങ്കിൽ കുറച്ചും കൂടി കാത്തു നിന്നാലോ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലൊക്കെ പോകുന്നുണ്ട്. ബാക്കിയുള്ളവരാണെങ്കിൽ പകുതി മൂവ് ഓൺ ചെയ്തു എന്നുള്ള രീതിയിലും കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം ഞാൻ നിൽക്കുന്നു അത്രത്തോളം ഹേർട്ട് ആവാൻ പോകുന്നത് ഞാനാണ്, അല്ലാതെ ആ ഒരു വ്യക്തിയുടെ ഹാപ്പിനെസ് നോക്കി പോകും എന്നുള്ള രീതിയിലായതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം നോക്കിയേ പറ്റൂ എന്നായതുകൊണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ ഈ ഒരു സിറ്റുവേഷനിൽ നല്ല രീതിയിലൊരു പെടാപ്പാട് വിടുന്ന പോലെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരോട് പറയാനുള്ളതാണ്, ഈ നേരവും കടന്നു പോകുന്നത്, ദിസ് ടൈം ടു ഷാൾ പാസ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ക്രോസിങ് ബ്രിഡ്ജസ് എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഈ ഒരു സമയം ഹീലിങ്ങിനുള്ള സമയമാണ്. അതുപോലെ തന്നെ കണക്റ്റിംഗ്, മെൻറ്റിങ് ആൻഡ് റിലീസിങ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു നെഗറ്റീവ് എനർജി എന്താണോ അത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവൂ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേ ഫോക്കസ്ഡ് എന്നുള്ളൊരു കാർഡ് നമുക്ക് എഴുതിയിട്ടുണ്ട്. ഹോൾഡ് ദ കോഴ്സ്. ചില സമയം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിലേക്ക് ഇത്രയും ഒരു ലാഗ് പോലെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു ഡയറക്ഷൻ ഇല്ലാത്ത ഒരു രീതി. അപ്പോൾ ആ സമയത്ത് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന പോലെ ആരും നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അടുത്തറിയുന്നവർ വിശ്വസിക്കുമായിരിക്കും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലേ, അത് അത് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം എനിക്കും നല്ല നേരം ഉണ്ടാവും എന്നുള്ള രീതിയിൽ വിശ്വസിക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, നല്ലൊരു മിറാക്കിളാണ് നിങ്ങൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള ഡിവൈൻ ഓർഡർ എന്നുള്ള രീതിയിൽ. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തവരാണെങ്കിൽ ട്രീ ഡ്രയാഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏഞ്ചലിൻ്റെ മാനിഫെസ്റ്റേഷൻ കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടും എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. പക്ഷെ അതിന് എന്ത് വേണം, കുറച്ച് വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് ചൂസ് ചെയ്തവരുടെ തന്നെ കുറച്ച് വെയിറ്റിംഗ് കാർഡാണ് കാണിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ടൈം എടുത്ത് അതിനെ വാല്യൂ ചെയ്യുക അല്ലെങ്കിൽ വാല്യുവേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഡ്രീംസ് എന്നുള്ളൊരു കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഡ്രീമിൻ്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്, അല്ലെ, ഏഞ്ചൽ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ഓക്കെ ആവണം. എന്നിട്ട് മാത്രം നിങ്ങൾ ആദ്യം ഹീൽ ചെയ്തിട്ട് മാത്രമേ ബാക്കിയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ വേണ്ടി അതായത് നിങ്ങൾ പാതി ഒരു മനസ്സിൽ വെച്ച് വേറൊരു സിറ്റുവേഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് അവിടെ ഒരു നല്ല രീതിയിൽ ബ്ലോക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തോളൂ, എന്നിട്ട് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി മുന്നോട്ട് പോയിക്കോളൂ. അവിടെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം യൂണിവേഴ്സലിനെ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് ആദ്യമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ പരീക്ഷണം പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. അത് ഒരു നല്ല കാര്യത്തിലേക്ക് നിങ്ങൾക്ക് നയിക്കാനാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അതേപോലെ തന്നെ അതിനുശേഷം ബ്ലെസ്സിങ്സ് ആർ ഷവറിങ് യുവർ ലൈഫ് എന്നുള്ള രീതിയിൽ ഒരു കാർഡ് നമുക്ക് എടുത്തത് റെയിൻബോ ബ്ലെസ്സിങ്സ് എന്നുള്ളൊരു കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ മുറുക്കെ പിടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിറവേറ്റാൻ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ഗൈസ്, ഇതാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ. അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെയിൻറ്റ് ജെർമെൻ ദ കർമ്മ റിലീസിങ് കാർഡാണ്. ദ കർമ്മ റിലീസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? ഓക്കെ, ദി എംപ്രസ് കാർഡ്, ദി 8 of Cups, ദ ഹൈ പ്രീസ്റ്റസ് കാർഡ്. ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയത് ദ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ സെറ്റിൽ ഒരുപാട് മാരീഡൊക്കെ കഴിഞ്ഞ ഒരു പേഴ്സണുമായിട്ട് മാരീഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എനിക്ക് ഒരുപാട് ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു സഡൻ ചേഞ്ചസ് ഇല്ലെങ്കിൽ വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത്. അല്ലെങ്കിൽ ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയിരുന്ന റിലേഷൻ പെട്ടെന്നൊരു കാര്യം കൊണ്ട്, ഒരു ഫാക്ടർ കൊണ്ട് നടക്കുന്ന ബ്ലോക്കായിട്ടുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാക്സിമം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കരിയറിൽ ഫോക്കസ് ചെയ്യണം, ഫാമിലിയിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു സൈഡ് നിങ്ങളും വേണം. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വില എന്താണെന്ന് അറിയുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിലൊന്നും ആ ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുന്ന സമയത്ത് അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഓടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിനെയാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴാണ് വരുന്നത്, അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി അതിൽ നിന്ന് മാറാൻ വേണ്ടി കൂടുതലായിട്ട് വർക്കിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. എന്തിനാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇപ്പോഴും സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ന്യൂ കപ്പിൾസ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് വൺ വേ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരോട് ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അറിയുക പോലും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പെട്ടെന്നുള്ളൊരു സഡൻ ഒരു കപ്പിൾ മൈൻഡ് ഓഫ് എന്നുള്ള കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളിവിടെ അംഗീകരിക്കുകയും മറ്റുള്ള ആൾ ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്നുള്ള രീതിയിൽ. അതിന് നല്ല രീതിയിലൊരു ഒരു ഭയങ്കര ക്ഷമയോടെ കാത്തിക്കുകയാണ്. പക്ഷേ അതിനു വേണ്ടി പ്ലാനിങ് ഒന്നും നടത്തുന്നില്ല. ബട്ട് ആ ഒരു ഓർമ്മകളിൽ ഇങ്ങനെ വീണ്ടും റീകോൾ ചെയ്യുകയാണ് നിങ്ങളുമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു നല്ല മൊമെൻറ്റ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു മൊമെൻറ്റ് ആഗ്രഹിക്കുകയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിക്ക് പേടിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ പറഞ്ഞു ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളുടെ ഫേസാണ് വരുന്നത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. ഒരു ഓർമ്മയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെടാൻ മാക്സിമം ആ ഒരു വ്യക്തിയായിട്ട് തന്നെ ചിന്തിക്കും. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് ഇവരും വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു പാറ്റേൺ ആ ഒരു ഫസ്റ്റ് റീഡിങ്ങിലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി അങ്ങനെ ആ ഒരു രീതിയിലല്ല വരുന്നത്. സ്റ്റിൽ എന്താണ് അവിടെ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്. പക്ഷെ അതെന്താണ്, അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ വേണ്ട എനിക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ നോക്കണം എന്നുള്ള രീതിയിൽ വിചാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരെയാണ് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം ആ ഒരു വ്യക്തി, നമുക്ക് ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ദി 8 of Cups, ദി 8 of Cups, 8 of Cups കണ്ടോ, മനഃപൂർവ്വം ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയാണ്. അതിൽ നിന്നും ഒരു എന്താണ് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകാൻ നോക്കുകയാണ്. പക്ഷെ അതിന് പറ്റുന്നില്ല. കാരണം ഓർമ്മകളിൽ ഇപ്പോഴും ആ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള രീതിയിലാണ്. എവിടെയൊക്കെയോ അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ കടന്നു വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. പിന്നെ ഞാൻ എന്തിനൊക്കെ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകണം എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഒരു ഫേക്കായിട്ടുള്ള ഒരു വലയത്തിൽ ഈ ഒരു വ്യക്തി അകപ്പെട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. ആ ഒരു വ്യക്തിയായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമയാണ്. ചിലപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ മ്യൂച്വലായിട്ട് അറിയുന്ന ആൾക്കാർ ഇതിന് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഓക്കെ, രണ്ട് മൈൻഡിലാണ്, വരണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴും ഓർമ്മകളിൽ സ്റ്റക്ക് ചെയ്തു ഒന്നും എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. ഒരു ആക്ഷൻ എടുക്കാനൊന്നും അടുത്ത കാലത്തൊന്നും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കണക്കാക്കുന്നില്ല കുറേ ആളെ സംബന്ധിച്ച്. പക്ഷെ അഥവാ വന്നാൽ തന്നെ എന്ത് പറയണമെന്നറിയില്ല, എങ്ങനെ തുടങ്ങണമെന്നറിയില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാമെന്നൊന്നും അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുകയാണ്. തമ്മിലും ഭേദം അവിടെ മിണ്ടാതിരിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ബട്ട് വീണ്ടും നിങ്ങളുമായിട്ടൊരു തുടക്കം വേണം എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഓർമ്മകൾ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു ഫാക്ടർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതായത് പലരെയും സംബന്ധിച്ച് ഒരു അലൈൻമെൻ്റ് ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പലരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് എനർജി പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മ വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ലൈഫ് സൈക്കിൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം ആ ഒരു വ്യക്തി നിങ്ങളുടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക. നിങ്ങൾ എങ്ങനെയാണ്, ഓക്കെ ആണോ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഈ ഒരു ലെവലിൽ കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കാരണം ഒരുപാട് തവണ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അവിടെ നിങ്ങളുടെ ഓർമ്മകളിൽ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു ഫാക്ടർ, യൂണിവേഴ്സൽ ഫാക്ടർ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഡിവൈൻ ഫാക്ടർ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് കൈൻഡ് ഓഫ് എനർജി, then moderation, wise leader. ഓക്കെ, നിങ്ങൾക്കും ക്രോസിംഗ് ബ്രിഡ്ജസ് കിട്ടിയിട്ടുണ്ട്. വി വാണ്ട് വൺ മോർ കാർഡ്, വാണ്ടറിങ് പാത്ത്. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ടാരറ്റ് ഗൈഡൻസ്. ഒക്കെ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത് ദ ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ആണ്. ക്യൂൺ ഓഫ് പെൻഡക്കിൾസ്, ദ 10 of Cups ആൻഡ് ദ എംപ്രസ് കാർഡ്. ഓക്കെ,
നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്കെന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ഒരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ. ആ ഒരു താക്കോൽ ഒരിക്കലും മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനിവിടെ ഒരാളെ ഒരു താഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ ഒരാളെ പൊക്കി പറയുകയോ ഒന്നുമല്ല. പക്ഷേ ഇവിടെ കാണിക്കുന്നത് എന്താണെന്നോ അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷൻ വീണ്ടും വീണ്ടും ഹേർട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനൊരു വാല്യൂ ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം. കാരണം നിങ്ങളെ തേടി നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ ഒരുപാട് പഠിച്ചു, ഒരു അനുഭവങ്ങളിലൂടെ പഠിച്ച ഒരുപാട് പേരെ എനിക്ക് ഇവിടുന്ന് കാണുന്നുണ്ടെന്നുള്ള രീതിയിലാണ്. അതായത് ചില മാറ്റങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കും. ഇനിയിപ്പോൾ നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ എനിക്ക് ഈ ഒരു വ്യക്തിയില്ലാതെ പറ്റില്ല എന്നാണെങ്കിൽ ഒരുപാട് കാലങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്തേണ്ടി വരും. പലരെയും സംബന്ധിച്ച്, കുറച്ച് പേരെ സംബന്ധിച്ച് പേഴ്സണലിൻ്റെ ഒരു എൻട്രി കാണിക്കുന്നുണ്ട്. ബട്ട് പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ആ ഒരു പേഴ്സൻ്റെ ബിഹേവിയർ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈസ് ലീഡർ എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാർഡ് പറയുന്നത് തന്നെ യു ആർ ദ ബേക്കൺ ഫോർ അതർ. മറ്റുള്ളവരല്ല നിങ്ങളൊരു ലീഡർ സ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അണ്ടറിലല്ല എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ള നിങ്ങളുടെ ഓറയിൽ നല്ല രീതിയിൽ ഹീലിംഗ് പോസിബിളാണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹാപ്പിനെസ് ഒരിക്കലും അല്ലെങ്കിൽ ഒരാൾക്കും അങ്ങനെ അത്രമേൽ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഇവരെ അങ്ങനെ തകർക്കാനാവും എന്നുള്ള രീതിയിലൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ദ വാണ്ടറിങ് പാത്ത് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. എൻജോയ് ദ ജേണി. ലൈഫാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഒരുപാടുണ്ടാവും. പക്ഷെ അതിൽ ഡൗണിൽ തന്നെ നിൽക്കാതെ അതൊക്കെ മാറ്റി എന്നെക്കൊണ്ട് പറ്റും, ആസ് എ ലീഡർ ഞാൻ വേണം നയിക്കാൻ. ദ വാണ്ടറിങ് പാത്ത്, ഇവിടെ ഒരു പാത്ത് കണ്ടുപിടിക്കുന്ന ഒരു കുറുക്കനെ കാണുന്നുണ്ടല്ലേ. കുറുക്കൻ ഇത് വയസ്സാണല്ലേ. അപ്പോൾ ബുദ്ധിപൂർവ്വം നിങ്ങൾക്കൊരു വഴി, നിങ്ങളുടെ വഴി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാർഡ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ ഫ്രണ്ട്ഷിപ്പ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു കാർഡ് ചൂസ് ചെയ്തവരുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഓറ നല്ല രീതിയിൽ ഈ ഒരു ടൈം നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ എന്തായാലും വരും. അപ്പോൾ അതിനർത്ഥം ബാക്കിയുള്ളവർ മെഡിറ്റേറ്റ് ചെയ്താൽ വരില്ല അങ്ങനെയൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് യോജിച്ചതാണോ അല്ലയോ എന്നുള്ള രീതിയിൽ നല്ല രീതിയിലൊരു പെർഫെക്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അടുത്തത് മോഡറേഷൻ കാർഡാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം മാറ്റി വെക്കണം. നിങ്ങൾക്കായിട്ടൊരു സമയം മാറ്റി വെക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണോ ഹാപ്പി ആകുന്നത് അതൊക്കെ ചെയ്യും. ചിലർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്ലേസ് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫേവറേറ്റ് പേഴ്സണെ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഹാപ്പി എന്താണോ അതിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ ഓക്കെ ആണ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പലരെയും സംബന്ധിച്ചൊരു ഹീലർ എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ അവരെയൊക്കെ കണ്ട് അല്ലെങ്കിൽ പറഞ്ഞാലൊക്കെ ഓക്കെ ആവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വഴി ചൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കാൻ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.